സലാം, ഈ അപകടമുണ്ടായ സ്ഥലം ഇത് അപകട സാധ്യതാ മേഖല തന്നെയാണോ? ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ ഈ സംഭവത്തിന്? അത്തരം വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഇത് സാധാരണഗതിയിൽ അപകടം സംഭവിക്കുന്ന സ്ഥലമാണ് എന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വലിയ താഴ്ചയിലേക്കാണ്. അതായത് ഇപ്പോൾ നേരത്തെ കാളിയമ്പുഴ എന്ന് പറയുന്ന ഈ തിരുവമ്പാടിയിലെ ആനക്കാമ്പുയിൽ റൂട്ടിൽ ഇതിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അല്പം താഴ്ചയിലേക്കാണ് ഈ ബസ് പതിച്ചിട്ടുള്ളത്. നിലവിൽ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ അത്രയധികം യാത്രക്കാരെ കൊണ്ട് KSRTC ബസ് ഈ പുഴയിലേക്ക് പതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തലകീഴായി വീണ ബസ് അതിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായതെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും കൂടാതെ അവിടെ എത്തിയ നാട്ടുകാരിൽ നിന്നും ഒക്കെ തന്നെ മനസ്സിലാക്കുന്നത്. അതിൽ ഏത് രീതിയിലാണ് ഈ അപകടം ഉണ്ടായതെന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. അല്ലെങ്കിൽ ആളുകളോട് കൂടുതൽ അവിടെ എത്തിയ ശേഷം മാത്രമേ അല്ലെങ്കിൽ പോലീസുമായും ഒക്കെ തന്നെ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ അപകട കാരണം എന്തെന്നൊക്കെ തന്നെ മനസ്സിലാക്കാനുള്ളൂ. KSRTC അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഈ അപകടം നടന്നു എന്ന കാര്യം മാത്രമാണ് അവരും അറിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്ന കാര്യമൊന്നും തന്നെ അവർക്കും ഈ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരും അത് തന്നെയാണ് പറയുന്നത്. ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിലും പോലീസും ഫയർഫോഴ്സും ഇവർ സ്ഥലത്തെത്തി അപകടമുണ്ടായതിനു ശേഷം തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ ഫയർഫോഴ്സും പോലീസും വലിയ ഊർജിതമായ ശ്രമം നടത്തി ഈ യാത്രക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ കൂടാതെ ക്രെയിൻ സ്ഥലത്തെത്തിക്കൊണ്ട് ഈ ബസ് പുഴയിൽ നിന്നും കരയിലേക്ക് നീക്കാനുള്ള ഒരു ശ്രമം കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആളുകളുടെ പരിക്ക് ഗുരുതരമുള്ളതാണോ സലാം? ഇത് പ്രധാനമായും തിരുവമ്പാടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റവരെ മാറ്റിയിട്ടുള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നേരത്തെ പങ്കുവച്ചത്. അതിൽ നിരവധി ആളുകൾക്ക് കാലിനും അതുപോലെ കയ്യിനും പൊട്ടലേറ്റിട്ടുണ്ട്. അത് ഏതായാലും ആ രീതിയിലുള്ള പരിക്കുകളൊക്കെ തന്നെയുണ്ട്. അല്ലെങ്കിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടമായിട്ടുണ്ടോ ആ രീതിയിലുള്ള ഗുരുതര പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നാണ് പ്രാഥമികം മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിൽ ഗുരുതര പരിക്കേറ്റ ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരടക്കം നമ്മളോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും അവിടെ അതിന് വേണ്ട ഈ ഗുരുതര പരിക്കേൽക്കുകയാണെങ്കിൽ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ട അല്ലെങ്കിൽ അവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഗുരുതര പരിക്കുകളുള്ള ആളുകൾ അതായത് അവരും കൊണ്ടുള്ള ആംബുലൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തും. അവിടെ നിന്നും ആളുകളോട് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ കൂടെ ഉണ്ടായ നാട്ടുകാരൊക്കെ തന്നെ ആംബുലൻസിൽ അവരോടൊപ്പം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ ഈ ഗുരുതര പരിക്കുകളോടെയുള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, സലാം തുടരുക. സലാമിലേക്ക് മടങ്ങിയെത്താം.